നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ KSRTC കണ്ടക്ടർ ജീവനൊടുക്കി. 18 വർഷമായി സർവീസിലുള്ള മൂളിയാർ മജാക്കറിലെ യോഗീഷിനെയാണ് വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് ജില്ലയിൽ കടലിന്റെ മക്കൾ ദുരിതത്തിൽ. ജില്ലയിൽ രൂക്ഷമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇതിനോടകം കടലെടുത്തത്. തൃക്കരിപ്പൂർ മുതൽ മഞ്ചേശ്വരം വരെ 70 കിലോമീറ്ററിലധികം തീരദേശമുള്ള ജില്ലയിൽ മിക്കയിടങ്ങളിലും കടൽ ഭിത്തിയില്ലാത്തത് പ്രതിസന്ധിക്കിടയാക്കുന്നു. തൃക്കരിപ്പൂരിൽ ഹൈപ്പർ മാർക്കറ്റ് പാർട്ട്ണറെ വാഹന പാർക്കിംഗിന്റെ പേരിൽ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് 7 വർഷമായി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി ഒടുവിൽ മംഗളൂരു പോലീസിന്റെ പിടിയിലായി. മഞ്ചേശ്വരം വർക്കാടി ഗേരുകട്ട കുണ്ടാപ്പു സ്വദേശി നവാബാണ് അറസ്റ്റിലായത്. ബളാന്തോട് ചാമുണ്ടിക്കുന്ന് അടുക്കത്ത് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. NSS എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനമേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഞ്ചത്തൂരിൽ വൻ കവർച്ച. JM റോഡിലെ നൈമ കോട്ടേജിലാണ് കവർച്ച നടന്നത്. സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശൗചാലയം സാമൂഹ്യ വിരുദ്ധർ തകർത്തു. വാഷ് ബേസ് അടക്കമുള്ള പല സാധനങ്ങളും അടിച്ചു തകർത്ത നിലയിലാണ്. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ 56ാം ഓണാഘോഷവും കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും ഓഗസ്റ്റ് 26 തിരുവോണ നാളിൽ നോർത്ത് കോട്ടച്ചേരിയിൽ നടക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ സ്പീക്കറുമായ AN ഷംസീർ ഉദ്ഘാടനവും പുരസ്കാരവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ KSRTC കണ്ടക്ടർ ജീവനൊടുക്കി. 18 വർഷമായി സർവീസിലുള്ള മൂളിയാർ മജാക്കറിലെ യോഗീഷിനെയാണ് വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് സംഭവം. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്നതിനിടെ KSRTC കണ്ടക്ടർ ആത്മഹത്യ ചെയ്തു. ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയെ തുടർന്നുള്ള മാനസിക വിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. KSRTCയിൽ 18 വർഷമായി താൽക്കാലിക കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന മുളിയാർ മജക്കാറിലെ യോഗീഷ് കുമാറാണ് വീടിന് സമീപത്തെ ഷെഡിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുളിയാർ മജക്കാറിലെ പരേതനായ മഹാലിംഗ പാട്ടാളിയുടെ മകനാണ് യോഗീഷ്. കാസർഗോഡ് സുള്ളിയ റൂട്ടിൽ താൽക്കാലിക കണ്ടക്ടറായാണ് ജോലി ചെയ്തിരുന്നത്. തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് സംഭവം നടന്നതെന്നാണ് വിവരം. യോഗീഷും മാതാവ് ബേബിയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. മാതാവ് ബന്ധുവീട്ടിലേക്ക് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് പുതുതായി നിർമ്മിച്ച വീടിനു പിന്നിലെ ഷെഡിൽ മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജോലി സംബന്ധമായ അനിശ്ചിതത്വവും മാനസിക സമ്മർദ്ദവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും സംശയിക്കുന്നത്. യോഗീഷന്റെ അമ്മാവനാണ്, എൻ്റെ ചേച്ചിയുടെ മകനാണ്. സംശയം പ്രത്യേകിച്ച് പറയാത്ത കാരണങ്ങളൊന്നും നമുക്ക് അറിഞ്ഞിരുത്തില്ല. പിന്നെ ആള് കുറച്ച് സൈലൻ്റ് ആണ്. ആരോടും ഒരു ബുദ്ധിമുട്ടിന് പെരുമാറ്റിന് മറ്റേ ഡ്രഗ്സോ പുകവലിയോ മദ്യപനോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ദുഷില്ലാത്ത ഒരു കുട്ടിയാണ്. പിന്നെ ഇപ്പം അറിയാൻ പറ്റിയത് ആരോടോ ഫ്രണ്ട്സിനോട് ജോലി സംബന്ധമായ കാര്യത്തിൽ ചെറിയൊരു അരാജകത്വം അസ്ഥിരത കാണുന്നുണ്ട്. 18 വർഷങ്ങളായി KSRTCയിൽ ടെമ്പററി ജോലി ചെയ്യുന്നത്, ടെമ്പററി കണ്ടക്ടറായിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ പിരിച്ചു വിട്ടതും മറ്റേനി കുറേ ആൾക്കാരെ പിരിച്ചു വിടാൻ പോകുന്നുണ്ടെന്നെല്ലാം പറയുന്ന ഒരു ന്യൂസ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അത് അവന് കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണം ജനുവരി 31 കല്യാണം ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അന്നേരം ഈ കല്യാണം ഫിക്സ് ചെയ്തിട്ട് ജോലി പോകുന്നുള്ളൊരു പേടിയാണ് ഇതിൻ്റെ അതല്ലാതെ വേറെ നമുക്ക് അറിഞ്ഞിരുത്ത ഒരു കാരണങ്ങളും ഇല്ല. ഇതാണ് ഇപ്പോൾ നമുക്കറിയാൻ പറ്റിയത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി നമുക്കറിയില്ല. മറ്റു കുടുംബ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതായത് ഒരു അമ്മയും മോനും മാത്രമേ വീട്ടിലുള്ളൂ. 3 പെൺകുഞ്ഞുങ്ങളാണ്. അവരൊക്കെ 3 നാൾ കല്യാണം കഴിഞ്ഞ് പോയി. വീട്ടിൽ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ അത്യാവശ്യത്തിന് സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
അവർക്ക് ജീവിച്ച് പോകാനുള്ള ഏർപ്പാടൊക്കെ അവിടെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞെടുത്തേക്കില്ല. ഇപ്പോൾ ഈടായിട്ട് അച്ഛൻ മരിച്ചു. അച്ഛൻ ഒരു 4 മാസം മുമ്പ് മരിച്ചതേ ഉള്ളൂ, സുഖമില്ലാതായിട്ട്. അതിന് ശേഷമാണ് ഈ കല്യാണം ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എന്നാൽ മരണത്തിന്റെ യഥാർത്ഥ കാരണമുൾപ്പെടെ എല്ലാ സാഹചര്യങ്ങളും വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ആദൂർ SI കരുണാകരൻ KMAയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ കടലിന്റെ മക്കൾ ദുരിതത്തിൽ. ജില്ലയിൽ രൂക്ഷമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇതിനോടകം കടലെടുത്തത്. തൃക്കരിപ്പൂർ മുതൽ മഞ്ചേശ്വരം വരെ 70 കിലോമീറ്ററിലധികം തീരദേശമുള്ള ജില്ലയിൽ മിക്കയിടങ്ങളിലും കടൽ ഭിത്തിയില്ലാത്തത് പ്രതിസന്ധിക്കിടയാക്കുന്നു. തീരസംരക്ഷണത്തിന് സമഗ്ര പദ്ധതി ആവിഷ്കരിക്കാത്തത് കടലേറ്റം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കടൽക്ഷോഭവും അപകടങ്ങളും സംഭവിക്കുമ്പോൾ മാത്രം കണ്ണിൽ പൊടിയിടാനുള്ളതായി മാറുകയാണ് പല പദ്ധതികളുമെന്നാണ് ഉയരുന്ന ആക്ഷേപം. കാസർഗോഡ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് രൂക്ഷമായ കടൽക്ഷോഭവും കടലാക്രമണവും തുടരുകയാണ്. ഉപ്പള, ശാരദാനഗർ, ഷിറിയ, കുമ്പള, കോയിപ്പാടി, വലിയപറമ്പ്, ചേരങ്കൈ, കാവുകോളി, തൈക്കടപ്പുറം, അജാനൂർ കടപ്പുറം തുടങ്ങിയ മേഖലകളിൽ ശക്തമായ തിരമാലകളിൽ റോഡുകളും വീടുകളും തകരുകയും നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തു. ചേരങ്കൈ, കാവുകോളി ഭാഗത്ത് 100-ലധികം മീറ്ററോളം കടൽ കരയിലേക്ക് കയറി റോഡ് പൂർണ്ണമായി തകർന്നു. 200-ലധികം കുടുംബങ്ങളുടെ യാത്രാ സൗകര്യവും നിലച്ചു. വലിയപറമ്പ് പഞ്ചായത്തിലെ തീരദേശ കുടുംബങ്ങൾ കനത്ത ഭീഷണിയിലാണ്. ശാരദാനഗറിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. നിരവധി വീടുകൾ കടലെടുക്കുന്ന തരത്തിലാണ് സാഹചര്യം. ജില്ലയിൽ കടൽക്ഷോഭവും തീരശോഷണവും പ്രതിരോധിക്കാൻ സമഗ്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാത്തതാണ് കടലേറ്റം തടയാൻ സാധിക്കാത്തതെന്നാണ് ആക്ഷേപം. 70 കിലോമീറ്റർ ദൂരമുള്ള കടലോര പ്രദേശത്ത് 20 കിലോമീറ്റർ മാത്രമാണ് കടൽഭിത്തിയുള്ളത്. പലയിടത്തും ഉപയോഗിച്ച ടെട്രാ പാഡും പുലിമുട്ടും ശക്തമായ തിരമാലയിൽ ഇല്ലാതായി കഴിഞ്ഞു. ഏകീകരിച്ച സമഗ്രമായ പദ്ധതി വഴി മാത്രമേ ശാശ്വതമായ കടലേറ്റ പ്രതിരോധം പൂർത്തിയാക്കാനാവൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിൽ ഹൈപ്പർ മാർക്കറ്റ് പാർട്ണറെ വാഹന പാർക്കിംഗിന്റെ പേരിൽ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. വധശ്രമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി ചന്ദേര പോലീസ് കേസെടുത്തു. വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഹൈപ്പർ മാർക്കറ്റ് പാർട്ണറെ ക്രൂരമായി സംഘം ചേർന്ന് മർദ്ദിക്കുകയും വധഭീഷണി മുഴക്കുകയും 17,000 രൂപയുടെ കണ്ണട തകർക്കുകയും ചെയ്തെന്ന പരാതിയിൽ ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ 2026 ഓഗസ്റ്റ് 3 രജിസ്റ്റർ ചെയ്ത FIR പ്രകാരമാണ് കേസ്. പരാതിക്കാരനായ തെക്കേ തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ അബ്ദുൾ മജീദ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. 2026 ഓഗസ്റ്റ് 1 വൈകിട്ട് 7:50 തെക്കേ തൃക്കരിപ്പൂർ കരോളത്ത് സ്ഥിതി ചെയ്യുന്ന മൈമാർട്ട് ഹൈപ്പർ മാർക്കറ്റിന് സമീപമാണ് സംഭവം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. അക്രമത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പരാതി പ്രകാരം ഹൈപ്പർ മാർക്കറ്റിന് സമീപം വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമായത്. യാസർ, മെഹറൂഫ്, ആസിഫ് എന്നിവരടക്കം 3 പേർ ചേർന്ന് പരാതിക്കാരനെ തടഞ്ഞു നിർത്തി കൈകൊണ്ടും കാലുകൊണ്ടും മർദ്ദിക്കുകയും വാഹനത്തിന്റെ ചാവി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് 7 വർഷമായി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി ഒടുവിൽ മംഗളൂരു പോലീസിന്റെ പിടിയിലായി. മഞ്ചേശ്വരം വർക്കാടി ഗേരുകട്ട കുണ്ടാപ്പോ സ്വദേശി നവാബാണ് അറസ്റ്റിലായത്.
നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് 7 വർഷമായി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി ഒടുവിൽ മംഗളൂരു പോലീസിന്റെ പിടിയിലായി. മഞ്ചേശ്വരം വർക്കാടി ഗേറുകട്ടെ കുണ്ടാപ്പു സ്വദേശിയായ നവാബാണ് അറസ്റ്റിലായത്. മംഗളൂരു നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 13ലധികം ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പോലീസിനെ കബളിപ്പിക്കുന്നതിനായി വിവിധ വേഷങ്ങൾ ധരിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു നവാബ്. യഥാർത്ഥത്തിൽ ഉള്ളാൽ മാർഗതല സ്വദേശിയായ ഇയാൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് അതിർത്തി പ്രദേശമായ വർക്കാടിയിൽ ഒളിവ് ജീവിതം നയിച്ചു വന്നിരുന്നത്. എന്നാൽ കൃത്യമായ വിവരം ശേഖരിച്ച മംഗളൂരു പോലീസ് വലയൊരുക്കി ഒളിവിലായിരുന്ന ഇയാളെ പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബളാന്തോട് ചാമുണ്ടിക്കുന്ന് അടുക്കത്ത് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. NSS എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനമേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദിവസങ്ങളുടെ പഴക്കമുള്ള മൃതദേഹത്തിന്റെ തലയും ശരീരവും വേർപെട്ട നിലയിലാണ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഞ്ചത്തൂരിൽ വൻ കവർച്ച. JM റോഡിലെ നൈമ കോട്ടേജിലാണ് കവർച്ച നടന്നത്. വീട്ടുടമ ഫാത്തിമത്ത് സൗറ നൽകിയ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഞ്ചത്തൂരിൽ വൻ കവർച്ച. JM റോഡിലെ നൈമ കോട്ടേജിലാണ് കവർച്ച നടന്നത്. വീട്ടുടമ ഫാത്തിമത്ത് സൗറ നൽകിയ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ജൂലൈ 12 വൈകുന്നേരം 5:30 മണിക്കും 17 രാത്രി 12 മണിക്കും ഇടയിലാണ് കവർച്ച നടന്നത്. വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാര കുത്തിത്തുറന്നാണ് ആഭരണങ്ങൾ കൈക്കലാക്കിയത്. 24 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. 16-ാം തീയതി വന്യ കളവ് പോയി. ഏകദേശം ഒരു 24 പോയിന്റ് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസ് കംപ്ലൈൻ്റ് ആക്കിയിട്ട് അവർ പിന്നെ ഞങ്ങൾക്കൊരു സംശയത്തിൻ്റെ മേലെ ഒരാളെ ഞങ്ങൾ പോലീസിന് ക്ഷണിച്ചു കൊടുത്തു. അപ്പോൾ അവരും അതിൻ്റെ സൈബറും അത് മറ്റേ അക്കൗണ്ട് നമ്പറെല്ലാം മേങ്ങിയിട്ടെല്ലാം സെൻട്രൽ ബാങ്കിലേക്ക് അയച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് അതിലെന്തോ ഇത് കിട്ടിയിട്ടില്ല. എന്നാലും അവർ അന്വേഷണം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ FIR ആക്കാൻ കുറേ പറഞ്ഞപ്പോൾ ഇന്നലെ രജിസ്റ്റർ ആക്കിയിട്ട് FIR ആക്കി. ഇതുവരെ പൊന്നിൻ്റെ ഒരു രൂപയും കിട്ടിയില്ല എനിക്ക്. ആയതുകൊണ്ട് നിങ്ങൾ മീഡിയക്കാർ ഞങ്ങളെ സഹകരിക്കണം. എത്ര പെട്ടെന്ന് ആ പൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ തൂക്കമല്ല അത്, വലിയൊരു 10-30 ലക്ഷം റുപ്യേൻ്റെ പൊന്നാണത്. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ എത്ര പെട്ടെന്ന് ഇതിനെ കിട്ടും പോലാക്കിയിട്ട് ഞങ്ങൾക്ക് സഹകരിക്കണം എല്ലാ കാര്യത്തിലും. എപ്പോഴും ഞങ്ങളും കൂടെ ഉണ്ട്, ഞങ്ങൾ തേടിക്കൊണ്ടുണ്ട്, തെരഞ്ഞോണ്ടുണ്ട്, എല്ലാം അറിഞ്ഞോണ്ടുണ്ട്. അതായത് നിങ്ങളും ഞങ്ങളൊക്കെ സപ്പോർട്ട് തന്നിട്ട് ഇതിനെ സഹകരിക്കണം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശൗചാലയം സാമൂഹ്യ വിരുദ്ധർ തകർത്തു. വാഷ് ബേസ് അടക്കമുള്ള പല സാധനങ്ങളും അടിച്ചു തകർത്ത നിലയിലാണ്. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാഞ്ഞങ്ങാട് നഗരസഭയുടെ 2024-25 വർഷത്തെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 4 ടോയ്ലറ്റ് മുറികൾ നിർമ്മിച്ചത്. എന്നാൽ 2026 ഓഗസ്റ്റ് 4 രാവിലെ സ്കൂൾ അധികൃതർ സ്കൂളിലെത്തുമ്പോൾ സാമൂഹ്യദ്രോഹികൾ ശൌചാലയവും വാഷ് ബേസും അടിച്ചു തകർത്ത നിലയിലായിരുന്നു. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാത്രിയായാൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടമെന്നാണ് PTA പ്രസിഡന്റ് N ഉണ്ണികൃഷ്ണൻ പറയുന്നത്. GVHS കാഞ്ഞങ്ങാട് സൗത്ത് സ്കൂളിൻ്റെ വെള്ളിയാഴ്ച സ്കൂൾ പ്രവർത്തിക്കുകയും ശനിയാഴ്ച ഞായറാഴ്ച സ്കൂൾ അവധിയായതിനാൽ തിങ്കളാഴ്ച രാവിലെ വന്ന് നോക്കുമ്പോൾ സ്കൂളിൻ്റെ കാഞ്ഞങ്ങാട് നഗരസഭയുടെ 24-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടോയ്ലറ്റ് മുറികൾ നിർമ്മിക്കുകയുണ്ടായി. 4 മുറികളിലെയും അതിലെ ഡോറുകളും അതിലുള്ള സാധനങ്ങളെല്ലാം തച്ച് തകർക്കുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹിക ദ്രോഹികളുടെ അഴിഞ്ഞാട്ടം കാഞ്ഞങ്ങാട് സൗത്ത് സ്കൂൾ വ്യാപകമായി നടന്നതായി കാണുന്നു. ടോയ്ലറ്റുകളും അതുപോലെ തന്നെ വാഷ് ബേസുകൾ അടക്കമുള്ള സാധനങ്ങൾ പൊളിക്കുകയും കാഞ്ഞങ്ങാട് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികൾക്ക് നടന്നു വരാനുള്ള ഒരു മേൽപ്പാലം അടിപ്പാലം ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ആ ഇരുമ്പുകളെല്ലാം തകർക്കുകയും ഇത്തരം സമീപനങ്ങൾ വെച്ച് പൊറുപ്പിക്കാനാവാത്തൊരവസ്ഥയാണ്. നാട്ടുകാരും അതുപോലെ തന്നെ പ്രവർത്തകരെല്ലാം ഇറങ്ങിക്കൊണ്ട് ഇത്തരം സാമൂഹിക ദ്രോഹികളെ പിടിച്ചു കെട്ടുന്നതിന് ശക്തമായ നടപടി പോലീസിൻ്റെ അധികാരികളിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിന് നടപടി എടുക്കണമെന്ന് PTA എന്ന രീതിയിലും സ്റ്റാഫ് കൗൺസിൽ എന്ന രീതിയിലൊക്കെ പറയാനുള്ളത്. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും എത്തുന്ന കുട്ടികൾക്കായി നിർമ്മിച്ച പാലവും തകർത്ത നിലയിലാണ്.
ഇതിന് തക്കതായ നടപടി സ്വീകരിക്കണമെന്നതാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ 56-ാം ഓണാഘോഷവും കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും ഓഗസ്റ്റ് 26 തിരുവോണ നാളിൽ നോർത്ത് കോട്ടച്ചേരിയിൽ നടക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ സ്പീക്കറുമായ AN ഷംസീർ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ 56-ാം ഓണാഘോഷവും കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും ഓഗസ്റ്റ് 26 തിരുവോണ നാളിൽ നോർത്ത് കോട്ടച്ചേരിയിൽ വെച്ച് നടക്കും. രാവിലെ 7 മണിക്ക് കുരുക്കൽ വീട്ടിൽ ഭാസ്കരന്റെ സ്മരണിക്ക് മക്കൾ ജുന ബൈജു, ജുവിൻ ബൈജു, 4 ഫ്രെയിംസ് ഇന്റീരിയർ വർക്ക്സ് നോർത്ത് കോട്ടച്ചേരി എന്നിവർ നൽകുന്ന ക്യാഷ് അവാർഡിനു വേണ്ടിയുള്ള ക്രോസ് കൺട്രി മത്സരം. രാവിലെ 10 മണിക്ക് ക്ലബ് പരിധിയിലെ വീടുകൾക്ക് അരി വിതരണം. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത് ഉദ്ഘാടനം ചെയ്യും. അതിഞ്ഞാൽ ന്യൂ ലൈഫ് ഹോസ്പിറ്റൽ ഡോക്ടർ സബീന അബൂബക്കർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 16-ാം വാർഡ് മെമ്പർ MV രാഘവൻ ആശംസയർപ്പിച്ച് സംസാരിക്കും. ക്ലബ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ PV പതാക ഉയർത്തും. ക്ലബ് വൈസ് പ്രസിഡന്റ് രവി MV പതാക ഉയർത്തൽ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. ക്ലബ് ജോയിന്റ് സെക്രട്ടറി ശ്യാം ഭാസ്കർ ചടങ്ങിന് സ്വാഗതം പറയും. ഉച്ചയ്ക്ക് 1 മണി മുതൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള കലാകായിക മത്സരങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് തലയണയടി മത്സരം. സാംസ്കാരിക സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ സ്പീക്കറുമായ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ക്ലബ് പ്രസിഡന്റ് PV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ A അശോകൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പുരസ്കാരം ഏറ്റുവാങ്ങും. പൂരക്കളിയിൽ കേരള ഫോക്ലോർ അവാർഡ് ജേതാവായ ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം സ്ഥാനികൻ കുമാരൻ വെളിച്ചപ്പാടിന് ആദരവും ക്ലബ് പരിധിയിലെ SLC+2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നൽകും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അനുമോദനം നൽകും. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി സമ്മാനദാനം നിർവഹിക്കും. അഡ്വക്കേറ്റ് K രാജ്മോഹൻ, ശിവജി വെള്ളിക്കോത്ത്, K വിശ്വനാഥൻ, M സുനിൽ, MV ദിലീപ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും. എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അത് കഥയാവട്ടെ, നോവലാവട്ടെ, യാത്രാ വിവരണമാവട്ടെ, അംബികാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്, ഒരു പഴയ സഹപാഠി എന്ന നിലയിൽ എനിക്ക് തോന്നിയത്, അദ്ദേഹത്തിന്റെ എഴുത്തിന് പല എഴുത്തുകാരും എഴുതി തെളിയുന്നവരാണ്. അംബികാസുരൻ ഞാൻ മനസ്സിലാക്കിയത് എഴുതുമ്പോൾ തെളിയുന്ന വ്യക്തിയാണ്. എഴുതുമ്പോൾ തന്നെ തെളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാര്യമായ എഡിറ്റിങ്ങിലേക്ക് പോകാതെ തന്നെ ആ രീതിയിലാണ് അംബികാസുരന്റെ ഒരു എഴുത്തിന്റെ 6-ാം ക്ലാസ്സിൽ, ഞാൻ കഴിഞ്ഞ ദിവസം 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അംബികാസുരൻ എഴുതിയ ഒരു കഥ കഴിഞ്ഞ ദിവസം പലത്താണ് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ വായിച്ചത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 11 വയസ്സുള്ള ഒരു കുട്ടി എഴുതിയ കഥ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ റെലവൻസും വർദ്ധിക്കുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വളരെ ചെറിയൊരു കഥയാണ്. വളരെ ചെറിയ കഥയാണ് എങ്കിൽ പോലും അത് നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ആ ചെറുകഥ പോലും നൽകുന്ന വലിയ പ്രതീക്ഷയുണ്ട്. അപ്പൊ ഏകദേശം 45-50 വർഷമായി ഈ മേഖലയിൽ 40 അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 40ഓളം അവാർഡുകൾ ലഭിച്ചു. തുടർന്ന് റെഡ് സ്റ്റാർ നോർത്ത് കോട്ടച്ചേരിയുടെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് അരങ്ങേറും. രാത്രി 9 മണിക്ക് റെഡ് സ്റ്റാർ UAE കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന കാഞ്ഞിരപ്പൊയിൽ സഫ്തർ ഹാഷ്മി നാടൻ കലാവേദിയുടെ ബ്ലാക്ക് പെപ്പേഴ്സ് ദ സോൾ ഓഫ് ഫോക്ക് നാടൻപാട്ടും നാട്ടുകലകളും അവതരിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ A അശോകൻ, M സുനിൽ, MV രാഘവൻ, EV ഉണ്ണികൃഷ്ണൻ, MV ദിലീപ്, GK ഗോകുൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണ
സ്വർണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കൂട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. പെരിയ ശ്രീശൈലം ദേവീക്ഷേത്രത്തിൽ വിശേഷ ഔഷധക്കൂട്ടുകൾ കൊണ്ട് കർക്കിടക കഞ്ഞി പാകം ചെയ്ത് ദേവിക്ക് നിവേദിച്ചു. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി. കർക്കിടക കഞ്ഞി എന്നത് കേരളത്തിൽ കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി കഴിക്കുന്ന ഒരു പരമ്പരാഗത ആയുർവേദ ഔഷധക്കൂട്ടാണ്. മുക്കുറ്റി, കീഴാർനെല്ലി, നിലമ്പാല, പൂവാംകുരുന്ന്, തഴുതാര, തുമ്പ, തുളസി എന്നിങ്ങനെ 40 കൂട്ടം സസ്യങ്ങൾ വേണം ഔഷധക്കഞ്ഞിക്ക്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ് ഔഷധക്കഞ്ഞി നിർമ്മാണം. ശേഖരിച്ച സസ്യങ്ങൾ ഇടിച്ചു പിഴിഞ്ഞെടുത്താണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. പലതരം ധാന്യങ്ങളും ഞവര അരിയും സുഗന്ധ വ്യഞ്ജനങ്ങളും ചേരുന്നതാണ് ഔഷധക്കഞ്ഞി. പെരിയ ശ്രീശൈലം ദേവീ ക്ഷേത്രത്തിൽ വിശേഷ ഔഷധക്കൂട്ടുകൾ കൊണ്ട് ഔഷധക്കഞ്ഞി പാകം ചെയ്ത് ദേവിക്ക് നിവേദിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ കർക്കിടക കഞ്ഞി നിവേദ്യം പ്രസാദമായി ഭക്തർക്ക് നൽകി. ആയുർവേദ വിധിപ്രകാരം രോഗശമനത്തിനും ആരോഗ്യ പരിപാലനത്തിനും ശ്രേഷ്ഠമായ ഔഷധക്കഞ്ഞിയാണ് ശ്രേഷ്ഠ മന്ത്രങ്ങളായ മഹാമൃത്യുഞ്ജയം, ധന്വന്തരി, ഔഷധ സൂക്തം എന്നിവ ജപിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തത്. ക്ഷേത്രതന്ത്രിയും അഖണ്ഡ ഭാരത സനാതന സൻസമിതി ദേശീയ അധ്യക്ഷനുമായ മഹാമണ്ഡലേശ്വർ സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതിയും മാതാശ്രീ ഓം ശ്രീ ശിവാജ്ഞാനമയി സരസ്വതിയും ജപിച്ചു വിളമ്പിക്കൊടുത്ത കർക്കിടക ഔഷധക്കഞ്ഞി പരമ്പരാഗത രീതിയിൽ പ്ലാവില കൊണ്ടുണ്ടാക്കിയ സ്പൂൺ കൊണ്ട് ഗുരുജിയും മാതാജിയും സേവാസമിതി, മാതൃസമിതി അംഗങ്ങളും ഭക്തരും സേവിച്ചു. BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി ചടങ്ങിൽ പങ്കെടുത്തു. സുകുമാരൻ വൈദ്യർ ഔഷധക്കഞ്ഞി പാകം ചെയ്യുകയും കർക്കിടക ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു.
സേവാസമിതി അധ്യക്ഷൻ പി മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. മാതൃസമിതി അധ്യക്ഷ സ്വർണലത ബാലചന്ദ്രൻ, സേവാസമിതി അംഗങ്ങളായ പി ഗോപിനാഥൻ നായർ, ഹരികുമാർ, പി വിനോദ് കുമാർ, പ്രകാശ് മണി, മേലത്ത് കൃഷ്ണൻ നമ്പ്യാർ, അനന്തൻ, രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഏറ്റവും വിശേഷമായ ഒരു കാര്യക്രമമാണ് നാം ഇവിടെ ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്നത്. ഔഷധ കഞ്ഞി വിതരണം ചെയ്തിരിക്കുകയാണ്. ഔഷധക്കഞ്ഞി എന്ന് പറയുമ്പോൾ നാം ആയുർവേദത്തിൽ അനുശാസിച്ചതുപോലെ തന്നെ എല്ലാ വൈദ്യ രൂപത്തിലുള്ള ഔഷധ കൂട്ടുകൾ അതിൽ ദശപുഷ്പങ്ങൾ പെട്ടു മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് വിധിവിധാനപ്രകാരം അത് പാചകം ചെയ്ത് ശ്രീകോവിലിൻ്റെ അടുത്ത് തടപ്പള്ളിയിൽ വെച്ച് പാചകം ചെയ്ത് ദേവിക്ക് നിവേദിക്കുകയും ആ ദേവിക്ക് നിവേദിച്ചതിൽ ഔഷധ സൂക്തവും മഹാമൃത്യുഞ്ജയവും ധന്വന്തരി ജപവും ജപിച്ച് മുഴുവൻ ഭക്താദികൾക്കും വിതരണം ചെയ്യുകയുണ്ടായി. ഇത് സ്വീകരിക്കുമ്പോൾ അവിടെ ആരോഗ്യത്തിൽ വന്നിരിക്കുന്ന എല്ലാ അപാകതകളും എല്ലാ രോഗങ്ങളും മാറുമെന്ന 100% വിശ്വാസത്തിലാണ് ഞങ്ങളിത് വിതരണം ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ തുടക്കമാണ്. ഇനി മുൻവർഷങ്ങളും ഇതുപോലെ ജനകീയമായിട്ട് ജനങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആത്മീയ സാന്നിധ്യം അവിടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും വളർത്തിക്കൊണ്ട് അവിടെ ആത്മാവിനും ശരീരത്തിനും ശക്തി പകരുക എന്ന ഒരു ഉദ്ദേശമാണ് ഞങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് കർക്കിടക ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. ശരീരത്തിന് ഉണർവും ഓജസ്സും ലഭിക്കാൻ ഈ ഔഷധക്കഞ്ഞി അത്യുത്തമമെന്നാണ് ആയുർവേദം പറയുന്നത്. KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷക തൊഴിലാളി ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ട്രേഡ് യൂണിയൻ സമരപ്രഖ്യാപന ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിലാണ് കൺവെൻഷൻ നടന്നത്. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തൊഴിലാളിയെ സംബന്ധിച്ച് നോക്കൂ, കൃഷിക്കാരൻ്റെ കർഷക തൊഴിലാളികളോ കൃഷിക്കാരൻ്റെ കർഷക തൊഴിലാളികൾ ഉണ്ടാവും. കൃഷിക്കാരൻ കാർഷിക മേഖല തകർത്ത് കൃഷി പൂർണ്ണമായും തൊഴിലാളികൾ കൊടുത്താൽ കർഷക തൊഴിലാളികൾ കൃഷിക്കാരെ കർഷക തൊഴിലാളികൾ. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV തമ്പാൻ, ജില്ലാ പ്രസിഡന്റ് PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, CITU ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ, ജനറൽ സെക്രട്ടറി P മണിമോഹൻ, AITUC ജനറൽ സെക്രട്ടറി T കൃഷ്ണൻ, പ്രസിഡന്റ് KS കുര്യാക്കോസ്, കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ, BKMU ജില്ലാ ജനറൽ സെക്രട്ടറി M കുമാരൻ, VV പ്രസന്നകുമാരി, VV രമേശൻ എന്നിവർ സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KV കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ വെച്ചാണ് നടന്നത്. ലയൺസ് ക്ലബ് ഓഫ് അജാനൂരിന്റെ 2026-27 പ്രവർത്തന വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ വെച്ചാണ് നടന്നത്. ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അന്താരാഷ്ട്ര പരിശീലകനുമായ ലയൺ V വേണുഗോപാൽ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അജാനൂർ ലയൺസ് ക്ലബിന്റെ തുടക്കത്തിലൊരു പ്രിയപ്പെട്ട മുകുന്ദ സ്വാമി വായിച്ച ചില രേഖകളുണ്ട്. അജാനൂർ ലയൺസ് ക്ലബ്ബ് ഒരു അത്ഭുതമായി മാറുകയാണെന്ന്. അതിലൊട്ടും അതിശോക്തിയില്ല. ഉദ്ഘാടന വർഷം തന്നെ ഡിസ്ട്രിക്റ്റിന്റെ 3ാം സ്ഥാനത്ത്, 3 എൻ്റെ ഓർമ്മയിൽ 3 ഉദ്ഘാടന വർഷത്തിൽ 160ഓളം ക്ലബ്ബുകളെ ഓട് മത്സരിച്ച് മാറ്റുരച്ച് 3ാം സ്ഥാനത്ത് എത്തിയ ക്ലബ്ബാണ് അജാനൂർ ലയൺസ് ക്ലബ്ബ്. അജാനൂർ ലയൺസ് ക്ലബിന്റെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടല്ല ഡിസ്ട്രിക്റ്റിന്റെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മാഹി ജില്ലകൾ ഉൾപ്പെടുന്ന മേഖലകളിൽ ഞങ്ങളാരും ഈ ക്ലബിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ പെർഫോമൻസ് നോക്കി, പോയിന്റിന്റെ ടാലി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ക്ലബ്ബ് എവിടുന്ന് വന്നു, ആരുണ്ടാക്കി, ആരാണ് ഇതിന്റെ പ്രസിഡന്റ്, ആരാണ് ഇതിന്റെ മെമ്പർമാരെന്ന് ഡിസ്ട്രിക്റ്റിലെ നേതാക്കളും ആളുകൾ ചോദിക്കാൻ തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് ഏറ്റെടുത്ത എല്ലാവരും, ഏറ്റവും അവസാനത്തെ IPP സുനിൽരാജ് അടക്കമുള്ള ആളുകൾ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളത് യാതൊരു തർക്കമില്ല. പക്ഷേ CM കുഞ്ഞബ്ദുള്ളയുടെ കയ്യിൽ വന്നപ്പോൾ അത് ലയൺസ് ക്ലബ് ഓഫ് അജാനൂറിന് പുതിയ മാനം വരികയാണ്. എന്താവശ്യപ്പെട്ടാലും, അത് ഡിസ്ട്രിക്ട് സെക്രട്ടറി ആവട്ടെ, ഡിസ്ട്രിക്ട് ഗവർണർ ആവട്ടെ, എന്താവശ്യപ്പെട്ടാലും നോ എന്ന് പറയുന്നൊരു അവസ്ഥ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100 കാലുകളാണ് കഴിഞ്ഞ വർഷം കൊടുത്തത്. 100 കാലുകൾ എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ, ഒരു കാലിന് 5000 രൂപ കൊടുക്കണം. ഞാൻ അവിടെ ഒരു പ്രഖ്യാപനം നടത്തി, ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ് കുഞ്ഞപ്പിള്ള ഈ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് പ്രാക്ടിക്കലാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇസ്ലാമികൾ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, നോമ്പ് കാലത്ത് ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഈ നാടിന് വേണ്ടി ആളുകൾ അറിയാതെ കൊടുക്കണം. ഈ വർഷവും കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിൽ ഈ ക്ലബിന് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ചെയ്യുമല്ലോ. യു ആർ ഇൻസ്റ്റാൾഡ് ആസ് ദി പ്രസിഡന്റ് ഓഫ് ലയൺസ് ക്ലബ് ഓഫ് അജാനൂർ ഫോർ ദ ഇയർ 2026-27. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി KP സുരേഷ് ബാബു മുഖ്യാതിഥിയായി. ലയൺസിന്റെ കാര്യങ്ങൾ നമ്മൾ വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ലയൺസിന്റെ സേവനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ആൾക്കാരാണ്. കാരണം പലപ്പോഴും പല മെഡിക്കൽ ക്യാമ്പുകളും അതുപോലുള്ള പല കാര്യങ്ങളും കണ്ടും കേട്ടും ഒക്കെയാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ സേവനമാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായി അവിടെ ഒരു ബുക്ക് ഫെയറിൽ വെറുതെ നോക്കി നോക്കുമ്പോൾ റോബിൻ ശർമ്മയുടെ പുസ്തകങ്ങൾ, അതിൽ ഒരു പുസ്തകം ആ പേര് ആരംഭിച്ചു, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെയാണ് കരയുക? അതൊരു വെറുതെ ഉള്ളൊരു വാക്കല്ല. നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയും എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി സേവനം നൽകിയത്? കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഉൾപ്പെടുന്ന ലയൺസ് ഡിസ്ട്രിക്ട് 318E-യിലെ 171 ക്ലബ്ബുകളിൽ നിന്ന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് 4ാം സ്ഥാനം നേടിയ അജാനൂർ ലയൺസ് ക്ലബ്ബ് വിവിധ ജനകീയ സേവന പ്രവർത്തനങ്ങളുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. ആ പ്രവർത്തന മികവിന്റെ കരുത്തിൽ CM കുഞ്ഞബ്ദുള്ള വീണ്ടും ക്ലബ് പ്രസിഡന്റായി തുടരും. മറ്റ് ഭാരവാഹികളായി KV സുനിൽ രാജിനെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റും, ഗഫൂർ ഷാഫി സെക്രട്ടറിയും, PP ഇല്യാസ് ട്രഷററും, KBM ഷെരീഫ്, നാരായണൻ മൂത്തൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരും, ദീപക് ജയറാം അഡ്മിനിസ്ട്രേറ്ററും, ഷിഹാബ് കൊത്തിക്കാൽ മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർമാനും, സലാം കമ്മാടം സർവീസ് കമ്മിറ്റി ചെയർപേഴ്സണും, ഷെരീഖ് കമ്മാടം മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർപേഴ്സണും, നാരായണൻ പാറമ്പൽ ടെയിൽ ട്വിസ്റ്ററും, ഷബീർ ഹസൻ ടൈമർ എന്നിവരും ചുമതലയേറ്റു. ഡയറക്ടർമാരായി അഷ്റഫ്, MB മൂസ, MK സുബോധ്, ജെയ്സൺ തോമസ്, സുകുമാരൻ പൂച്ചക്കാട്, അനിൽകുമാർ വാഴനൂറടി, സലീം ഇട്ടമ്മൽ, AP അബ്ദുൽ കരീം എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ആലമ്പാടി ശ്രീ മൂലക്കോത്ത് തറവാട് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കുട്ടികൾക്കുള്ള അനുമോദനവും കർക്കിടകം 18 ദിനാഘോഷവും സംഘടിപ്പിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് മെമ്പർ P സതി യോഗം ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ആലമ്പാടി ശ്രീ മൂലക്കോത്ത് തറവാട് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കുട്ടികൾക്കുള്ള അനുമോദനവും കർക്കിടകം 18 ദിനാഘോഷവും സംഘടിപ്പിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് മെമ്പർ P സതി ഉദ്ഘാടനവും ആദരിക്കൽ ചടങ്ങും നിർവഹിച്ചു. കുറെ ആദരണീയ ആൾക്കാരെയും എല്ലാവരും കാണുന്നത്, എന്തായാലും ആദ്യം തന്നെ എനിക്കിങ്ങനൊരു ക്ഷണനം കിട്ടിയതിനും അതിനുപരി എനിക്കൊരു സ്നേഹ സമ്മാനം തന്നതിനും എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ മികച്ച വിജയം കൈവരിച്ച എല്ലാ കുട്ടികൾക്കും കേരള ഫോക്ലോർ അവാർഡ് ജേതാവും മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ P കുഞ്ഞികൃഷ്ണൻ, കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറും മാതൃസമിതി പ്രസിഡന്റുമായ K ലത എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത്. പ്രസിഡന്റ് VK ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുദിന സുധാകരൻ വിവിധ മേഖലകളിൽ മികവ് നേടിയ തറവാട്ടംഗങ്ങളായ കുട്ടികളെ അനുമോദിച്ചു. P കുഞ്ഞികൃഷ്ണൻ, K ലത എന്നിവർ മറുമൊഴി ഭാഷണം നടത്തി. സെക്രട്ടറി കുഞ്ഞിരാമൻ ചേരിച്ചാൽ സ്വാഗതവും ട്രഷറർ ഐശ്വര്യകുമാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NCP കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. കൺവെൻഷൻ NCP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ശേഷം തോമസ് K തോമസും സംഘവും നടത്തുന്നത് വില കുറഞ്ഞ അപവാദ പ്രചരണമാണെന്ന്
NCP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. 25 വർഷം മുമ്പ് കടന്നപ്പള്ളി രാമചന്ദ്രൻ പാർട്ടി വിട്ടു പോകുമ്പോൾ പറഞ്ഞ വാദമാണ് ശരത് പവാർ BJPയിൽ പോകുമെന്നത്. എന്നിട്ട് ഇതുവരെ ശരത് പവാർ NDAയിൽ പോയില്ലെന്നും പരിധിയില്ലാത്ത അപവാദമാണ് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. NCP കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ലയൺസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതലൊന്നും വിശദീകരിക്കാൻ ഇത് ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാം. BBG രാംജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോഴത്തെ പേരാണ്. എന്തിനാണ് ആ പേര് അങ്ങനെ ഇട്ടതെന്ന് എനിക്കറിയില്ല. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അതിന്റെ പഴയ കാലത്ത്. അത് നടപ്പാക്കിയതാരാ? ശ്രീ മൻമോഹൻ സിംഗ് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായി, ശരത് പവാർ കേന്ദ്രത്തിൽ കാർഷിക വകുപ്പിന്റെ ചുമതലയേൽക്കുമ്പോഴാണ് തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അവർക്ക് വേതനം അവകാശമാക്കി മാറ്റിയ നിയമം പാസാക്കിയത്. ഈ രാജ്യത്തെ ഏറ്റവും അധസ്ഥിതരായ ജനങ്ങളുടെ വേദന കണ്ട മനുഷ്യൻ, വേദന കണ്ട് അതിനോട് അനുകൂലമായി പ്രതികരിച്ച മനുഷ്യൻ, ആ മഹാനായ മനുഷ്യനെ കുറിച്ചാണ് ഇവർ ഈ അപവാദ പ്രകടനം നടത്തുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ വേറെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ ഗഹനമായ പഠനം നടത്തി. കാർഷിക രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ പഴയ UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്നത്. അതെല്ലാം കൈയടിച്ച് അതിന്റെ കൂടെ നിന്ന പ്രമാണിമാരായ ആളുകൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൽ ആഭിജാത്യം കുറഞ്ഞതായി ആക്ഷേപിക്കുമ്പോ അതിലെല്ലാം ശരി എന്ന് പറയാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നാണ് ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ബെന്നി നാഗമറ്റം, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉദിനൂർ സുകുമാരൻ, OK ബാലകൃഷ്ണൻ, സുബൈർ പടുപ്പ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ രാഹുൽ നിലാങ്കര, MTP ഹാരിസ്, നാസർ പള്ളം, സമീർ അണങ്കൂർ, NYC ജില്ലാ പ്രസിഡന്റ് ലിജോ സെബാസ്റ്റ്യൻ, NMC ഭാരവാഹി ഖദീജ മൊഗ്രാൽ, ഹമീദ് ചേരങ്കൈ, TV കൃഷ്ണൻ, മോഹനൻ ചുണ്ണംകുളം, ശ്രീധരൻ അടുക്കം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പത്തിലക്കറികളും നാടൻ ഇലക്കറികളും വിഭവങ്ങളുമായി കിക്കാൻ വൃന്ദാവനം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ കർക്കിടക ഭക്ഷ്യമേള ശ്രദ്ധേയമായി. കർക്കിടക മാസത്തിൽ പരമ്പരാഗതമായി ആരോഗ്യ സംരക്ഷണത്തിനായി ഉപയോഗിക്കാറുള്ള തഴുതാമ, ചേമ്പില, ചീര, മത്തനില, കുമ്പളത്തില, പയറില, ചേനയില, താള്, വെള്ളച്ചീര, ഉലുവയില എന്നീ ഇലകൾക്കു പുറമെ ചക്ക, വാഴക്കൂമ്പ് എന്നിവ ഉപയോഗിച്ചുള്ള വേറിട്ട 40-ലധികം വിഭവങ്ങളാണ് വൃന്ദാവനം ബാലഗോകുലത്തിലെ മാതൃസമിതി അംഗങ്ങൾ വീട്ടിൽ നിന്നും ഒരുക്കി ഭക്ഷ്യമേളയിലേക്ക് എത്തിച്ചത്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഔഷധ ഗുണങ്ങളുള്ള നാട്ടുവിഭവങ്ങളെയും പാരമ്പര്യ ഭക്ഷണ രീതികളെയും പരിചയപ്പെടുത്തുകയും പുതുതലമുറകളിലേക്ക് അവ എത്തിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ಕರ್ಕಿಟಕ ಭಕ್ಷ್ಯಮೇಳ ಸಂಘಟಿಸಿದೆಂದು ಸಂಘಾಟಕರು പറഞ്ഞു. ನಾವಿವತ್ತು ಬಾಲಗೋಕುಲದಿಂದ ಆಟಿ ಮೇಳವನ್ನ ಅಂದ್ರೆ ಫುಡ್ ಫೆಸ್ಟ್ ಅನ್ನ ಆಯೋಜಿಸಿದ್ದೇವೆ. ಇದು ಆಟಿ ಅಂತ ಹೇಳಿದ್ರೆ ಈ ತಿಂಗಳಿನಲ್ಲಿ ಆಟಿ ತಿಂಗಳಿನಲ್ಲಿ ನಮಗೆ ಬೇರೆ ರೀತಿಯ ತರಕಾರಿಗಳು ಇವೆಲ್ಲ ಸಿಗುವಂತದ್ದು ಬಹಳ ಕಡಿಮೆ. ಹಾಗಾಗಿ ನಮ್ಮ ಸುತ್ತಮುತ್ತಲಿರುವಂತಹ ಸೊಪ್ಪುಗಳನ್ನು ಉಪಯೋಗಿಸಿ ಅದನ್ನು ಉಪಯೋಗಿಸೋದ್ರಿಂದ ಜೀವ ನಿರೋಧಕ ಶಕ್ತಿಯು ಕೂಡ ನಮ್ಮಲ್ಲಿ ಹೆಚ್ಚಾಗುವಂಥದ್ದು. ಮಳೆ ಜಾಸ್ತಿ ಬರುವಂತಹ ಕಾರಣದಿಂದಾಗಿ ಬೇರೆ ಉತ್ಪನ್ನಗಳು ಯಾವುದು ನಮಗೆ ಸಿಗೋದಿಲ್ಲ ಈ ಸಮಯದಲ್ಲಿ. ಹಾಗಾಗಿ ನಮ್ಮ ಸುತ್ತಮುತ್ತಲಿರುವಂತಹ ಎಲೆಗಳನ್ನ ಮತ್ತೆ ಹಲಸಿನ ಕಾಯಿ ಆಗಿರ್ಬೋದು, ಅದರ ಬೀಜಗಳಾಗಿರ್ಬೋದು, ಇವೆಲ್ಲ ನಮಗೆ ಬಹಳಷ್ಟು ಪ್ರೋಟೀನ್ ಅನ್ನು ಕೂಡ ಕೊಡುವಂತದ್ದಾಗಿದೆ. ಹಾಗಾಗಿ ನಾವಿವತ್ತು ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಇದರ ಕುರಿತಾಗಿ ತಿಳುವಳಿಕೆ ಸಿಗ್ಲಿ ಅಂತೇಳಿ ಆಯೋಜಿಸಿದ್ದೇವೆ. ಈಗ ನಮ್ಮ ಅಮ್ಮನವರು ಹಲವಾರು ರೀತಿಯ ತಿಂಡಿಗಳನ್ನು ತಂದಿದ್ದಾರೆ. ಇದರಲ್ಲಿ ಒಂದು 40 ಬಗೆಯ ತಿಂಡಿಗಳನ್ನ ನಾವು ನೋಡಬಹುದಾಗಿದೆ. ಪತ್ರೊಡೆ ಆಗಿರ್ಬಹುದು, ಮತ್ತೆ ಚಕಟೆ ಸೊಪ್ಪಿನ ಪಲ್ಯ ಆಗಿರ್ಬೋದು, ಇದೆಲ್ಲ ಸಮಯದಲ್ಲಿ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ, ಈ ಮಳೆಗಾಲದಲ್ಲಿಯೇ ಮಾಡುವಂಥದ್ದು. പൊതുവെ കർക്കിടക മാസം ആയുർവേദ മാസമായിട്ടാണ് അറിയപ്പെടുന്നത്. ഔഷധ ഗുണമുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിന് ഏറ്റവും അനുയോജ്യവും അനിവാര്യവുമായിട്ടുള്ള സമയം കൂടിയാണിത്. ഇവയൊക്കെ വളർന്നുവരുന്ന പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ, അവർക്ക് കഴിക്കുവാൻ ഉതകുന്ന രീതിയിൽ വളരെ പുതുമയോടുകൂടിയാണ് ഇതിന്റെ പാചകവും നടത്തിയിട്ടുള്ളതെന്ന് അമ്മമാർ സൂചിപ്പിച്ചു.
കർക്കിടക മാസത്തിന്റെ ആരംഭത്തിലായതുകൊണ്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിന് നമ്മൾ ആയുർവേദത്തിന്റെ രീതി അനുസരിച്ചാണ് നമ്മൾ കൊണ്ടുപോകാറുള്ളത്. മഴക്കാലം അനുസരിച്ച് നമ്മൾ ഈ സമയങ്ങളിൽ നമുക്ക് പുറത്തു പോയി ജോലിയെടുക്കാൻ പറ്റാതെ നമ്മൾ വീട്ടിൽ അടഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ പണ്ടുള്ളവർ നമുക്ക് പറയും ആയുർവേദ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തിഷ്ടമായിട്ടുള്ള സമയമാണ് ഇതെന്ന്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത്. അതിനകത്ത് പലതരം ഇലകൾ, അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായി കിട്ടുന്ന എല്ലാത്തരം ഇതിനെയും പുതിയ കുട്ടികളുടെ രീതിക്കും സ്വാദിഷ്ടത്തിനും അനുസരിച്ച് പല രീതിയിലേക്ക് അമ്മമാർ അതിനെ മാറ്റിയെടുത്ത് അത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണെന്നാണ് പറയുന്നത്. അത് കുട്ടികളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്ന് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ആശയമാണ് ഞങ്ങളുടെ മെയിൻ ഉത്തരവ് എന്ന് പറയുന്നത്. മേളയിൽ പങ്കെടുക്കാൻ എത്തിയ കുട്ടികൾക്കും മുതിർന്നവർക്കും കുത്തരിക്കഞ്ഞിയോടൊപ്പം അമ്മമാർ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന വിഭവങ്ങളും നൽകിയതോടെ തുടർച്ചയായി 4ാമത് വർഷത്തിൽ കീക്കാൻ വൃന്ദാവനം ബാലഗോകുലം നടത്തിവന്ന കർക്കിടക ഭക്ഷ്യമേള അക്ഷരാർത്ഥത്തിൽ ഒരു മേള തന്നെയായി മാറി. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി. ബാലഗോകുലം രക്ഷാധികാരി നിരീക്ഷ രാജേഷ്, രേഷ്മ രൂപേഷ്, സതീഷ് കാവടി, ജിജേഷ്, സുജാത മണി എന്നിവർ നേതൃത്വം നൽകി. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്. അതിനാൽ കാഞ്ഞങ്ങാട്. ഫർണിഷ് യുവർ ഹോം, ഫർണിഷ് യുവർ ലൈഫ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467222070. 7 lives. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. കള്ളാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ചുള്ളിക്കര LP സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് കർക്കിടക കഞ്ഞി ഫെസ്റ്റും ഇലക്കറി ഫെസ്റ്റും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത K നിർവഹിച്ചു.
കള്ളാർ പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സീരീസിന്റെ നേതൃത്വത്തിൽ ചുള്ളിക്കര LP സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് കർക്കിടക കഞ്ഞി ഫെസ്റ്റും ഇലക്കറി ഫെസ്റ്റും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് രജിത K നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ രമ B ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോയ് PL സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MM സൈമൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗീത P, ശ്രീവിദ്യ, വാർഡ് മെമ്പർമാരായ ഗീത, ബിന്ദു, രേഖ, സനിത തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കൃഷി ഓഫീസർ ഹനീന, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സോയ K, ഷൈജ, അക്കൗണ്ടന്റ് രവിത R, ജയമണി, രജിത, CDS ADS ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇലക്കറി മത്സരത്തിൽ 12ാം വാർഡ് 1ാം സ്ഥാനവും 11-2 വാർഡുകൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മെമ്പർ സെക്രട്ടറി രവീന്ദ്രൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ വണ്ണാർവയലിൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ 62ാമത് ചരമവാർഷിക ദിനാചരണം നടന്നു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും നടന്നു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ KN അരവിന്ദാക്ഷൻ മാസ്റ്ററെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പുല്ലൂർ വണ്ണാർവയൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തകനും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായരുടെ 62ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ പങ്കെടുത്തു. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന സ്മൃതി സംഗമം ചരിത്രകാരനും ഗ്രന്ഥാലയം രക്ഷാധികാരിയുമായ ഡോക്ടർ C ബാലൻ ഉദ്ഘാടനം ചെയ്തു. അറിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക മാറ്റത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ധിഷണപരമായിട്ടൊരു കഴിവ് ഈ കൃഷ്ണൻ നായർക്ക് ഉള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹം തീർച്ചയായിട്ടും ഇതിന് മുൻകൈയെടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിട്ടുള്ള കൃഷ്ണനായ മാഷെ പോലുള്ള അധ്യാപകരും അതുപോലെ സാമൂഹിക പ്രവർത്തകരും എല്ലാവരും ചേർന്നിട്ട് ഒരു വലിയ എന്താ പറയുക ജനകീയ മുന്നേറ്റമായിട്ട് ആ വിദ്യാലയത്തിന്റെ സ്ഥാപനം മാറി എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു നാട്ടിലെ സമൂലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മാറ്റം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വിദ്യാലയം വേണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവിടെ പഠിച്ചു വരുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളുടെ കണ്ണ് തെളിയിക്കുക നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു രീതിയാണ്, അല്ലെ കണ്ണ് തെളിച്ചു വിടുന്നത് ആ വിദ്യാലയത്തിലൂടെയാണ്. ആ വിദ്യാലയത്തിൽ പഠിച്ച കുട്ടികൾ പഠിച്ച് അവിടുന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്ക് എത്തുകയും ജീവിതത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് വ്യാപരിക്കാനും സാധിക്കുന്നത് അവിടെ ഒരു വിദ്യാലയം ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്കറിയാം. പഴയകാലത്ത് വിദ്യാലയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെക്കാളും അല്ലെങ്കിൽ എത്രയോ അറിവും കഴിവും ഒക്കെയുള്ള ആൾക്കാർ പഠിക്കാൻ കഴിയാതെ പോയതും നമുക്കൊക്കെ നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ പ്രധാന ഭാഗമാണ് എന്നുകൂടി ഞാൻ കരുതുന്നു. അപ്പൊ അത്തരമൊരു സന്ദർഭത്തിലാണ് നാട്ടിലെ പ്രകാശം പരത്തണമെങ്കിൽ പ്രകാശം പരത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടായാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണനായരും സംഘവും ഇത്തരത്തിലൊരു വിദ്യാലയത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി തയ്യാറായത്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ KN അരവിന്ദാക്ഷൻ മാസ്റ്ററെ ആദരിച്ചു. ഗ്രന്ഥാലയം രക്ഷാധികാരി P കുഞ്ഞമ്പു നായർ അരവിന്ദാക്ഷൻ മാസ്റ്ററെ ഷോൾ അണിയിച്ചു. ഡോക്ടർ C ബാലൻ ഉപഹാരം കൈമാറി. മറുപടി ഭാഷണത്തിൽ അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നും ആലപിക്കുന്ന പ്രാർത്ഥനാഗാനം ചിട്ടപ്പെടുത്തിയതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ അജയ്കുമാർ കോടോത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാടിക്കാൽ നാരായണൻ, P കരുണാകരൻ നായർ, താലൂക്ക് യൂണിയൻ അംഗം രാജൻ വിഷ്ണുമംഗലം, അനിൽ പുളിക്കാൽ, സൗമ്യ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയത്തിന്റെ പുസ്തകനിധിയിലേക്ക് നൽകിയ പുസ്തകങ്ങൾ വനിതാവേദി പ്രവർത്തകർ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാഗം ഓർക്കസ്ട്ര കാഞ്ഞങ്ങാട് ജാനകി അമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. ആലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത പിന്നണി ഗായിക രജിത സുരേഷ് ഉദ്ഘാടനം ചെയ്തു. രാഗം ഓർക്കസ്ട്ര കാഞ്ഞങ്ങാട് ജാനകി അമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. ആലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത പിന്നണി ഗായിക രജിത സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇവിടെ ഓർക്കസ്ട്ര ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, അതൊരു കുടുംബം പോലെയാണ്. ഒരുപാട് വർഷങ്ങളായി നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുന്നു ഓർക്കസ്ട്ര ചെയ്യുന്നു. അപ്പം നല്ലൊരു സുഹൃത്ത് വലയത്തിൻ്റെ ഉള്ളിലിരുന്ന് ജാനകിയമ്മയുടെ കുറച്ച് പാട്ടുകൾ പാടാം.
പ്രസിഡന്റ് ബാബു ആവിക്കര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. ഗ്രൂപ്പ് അഡ്മിൻ രാജു, ഗ്രൂപ്പ് രക്ഷാധികാരി പ്രമോദ് അരൈ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങൾ ജാനകി അമ്മയുടെ ഹിറ്റ് ഗാനങ്ങളും ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ KSRTC കണ്ടക്ടർ ജീവനൊടുക്കി. 18 വർഷമായി സർവീസിലുള്ള മൂളിയാർ മജാക്കറിലെ യോഗീഷിനെയാണ് വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് ജില്ലയിൽ കടലിന്റെ മക്കൾ ദുരിതത്തിൽ. ജില്ലയിൽ രൂക്ഷമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇതിനോടകം കടലെടുത്തത്. തൃക്കരിപ്പൂർ മുതൽ മഞ്ചേശ്വരം വരെ 70 കിലോമീറ്ററിലധികം തീരദേശമുള്ള ജില്ലയിൽ മിക്കയിടങ്ങളിലും കടൽ ഭിത്തിയില്ലാത്തത് പ്രതിസന്ധിക്കിടയാക്കുന്നു. തൃക്കരിപ്പൂരിൽ ഹൈപ്പർ മാർക്കറ്റ് പാർട്ട്ണറെ വാഹന പാർക്കിംഗിന്റെ പേരിൽ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് 7 വർഷമായി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി ഒടുവിൽ മംഗളൂരു പോലീസിന്റെ പിടിയിലായി. മഞ്ചേശ്വരം വർക്കാടി ഗേരുകട്ട കുണ്ടാപ്പു സ്വദേശി നവാബാണ് അറസ്റ്റിലായത്. ബളാന്തോട് ചാമുണ്ടിക്കുന്ന് അടുക്കത്ത് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. NSS എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനമേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഞ്ചത്തൂരിൽ വൻ കവർച്ച. JM റോഡിലെ നൈമ കോട്ടേജിലാണ് കവർച്ച നടന്നത്. സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശൗചാലയം സാമൂഹ്യ വിരുദ്ധർ തകർത്തു. വാഷ് ബേസ് അടക്കമുള്ള പല സാധനങ്ങളും അടിച്ചു തകർത്ത നിലയിലാണ്. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ 56ാം ഓണാഘോഷവും കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും ഓഗസ്റ്റ് 26 തിരുവോണനാളിൽ നോർത്ത് കോട്ടച്ചേരിയിൽ നടക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ സ്പീക്കറുമായ AN ഷംസീർ ഉദ്ഘാടനവും പുരസ്കാരവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.